ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ഞണ്ട് റോസ്റ്റ് ചെയ്യണ്ടാലോ. ഇന്ന് നമുക്ക് കുറച്ച് ഞണ്ട് ഇട്ടിട്ടുണ്ട്. കുറേ നാളിന് ശേഷമാണ് അവിടെ ഞണ്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്കിന്നൊരു ഞണ്ട് റോസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണെന്ന് പറയണം. ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടേ ഗൈസ്. അപ്പോൾ ഇതേ നമ്മൾ സാധാരണ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് റോസ്റ്റ് വെക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഞണ്ട് റോസ്റ്റ് വെക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിക്കാണെങ്കിൽ എന്നെയും കാണിച്ചുകൊണ്ട് തന്നെ വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് സ്റ്റാൻഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വരുമ്പം ഈ അടുക്കള കുക്ക് ചെയ്യുന്ന അടുക്കള ഇച്ചിരി ചെറുതായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. മറ്റേ അടുക്കളയിൽ നമുക്ക് നല്ല സ്ഥലമുണ്ട്, പക്ഷേ അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ, കാര്യം ഗ്യാസ് സ്റ്റവ് ഇടാണല്ലോ. അങ്ങനെ ഞാനാണെങ്കിൽ ഈ ഞണ്ട് കക്ക വെക്കുമ്പോഴല്ല ഗൈസ്, ഞണ്ട് കണവ കൊഞ്ചൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഒരു കുടംപുളിയും കൂടെ വെക്കാറുണ്ടെന്നല്ല, കുടംപുളിയും കൊണ്ട് ഇടാറുണ്ട് ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ക്ലീൻ ചെയ്ത ഞണ്ടെല്ലാം അതിനകത്തിട്ടിട്ട് ഇത് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ വെള്ളം ഒന്ന് ഇറങ്ങി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു നങ്കയുടെ കുഞ്ഞിനെയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് നമ്മുടെ അമ്മയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ അമ്മ പറഞ്ഞു ഇതെന്ത് സാധനമാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. കാര്യം ഇത് വെച്ചത് ഞാനാണല്ലോ, അമ്മ അറിഞ്ഞില്ല അതിനകത്ത് ആ സാധനം ഉള്ളത്. ഞണ്ടാന്നും പറഞ്ഞ് നങ്ക എടുത്ത് കഴിച്ച അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഞണ്ട് കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആ റെഡ് കളർ ആകുമ്പോൾ നമ്മുടെ ഞണ്ട് വെന്തു എന്നാണ് ഒരു സൈൻ എന്നാണ് എൻ്റെ അമ്മ പറയുന്നത്. ഞങ്ങളുടെ അവിടെ ഇതങ്ങനെ കിട്ടത്തില്ല കേട്ടോ. പക്ഷേ എനിക്ക് ചിങ്ങോലി വന്നതിന് ശേഷം എപ്പം ഞണ്ട് ഉണ്ടെങ്കിലും, കടലിൽ എപ്പം ഞണ്ട് ഉണ്ടെങ്കിലും അത് കാർത്തിപ്പള്ളിയിൽ എപ്പോഴും കാണും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് അങ്ങനവാടി പോയപ്പോൾ പറഞ്ഞിട്ടാണ് പോയത്, എനിക്ക് വൈകിട്ട് വരുമ്പോഴത്തേക്ക് ഓറഞ്ചും പോംഗ്രനേറ്റും ഒക്കെ വാങ്ങിച്ചു വെക്കണമെന്ന്. ഇടയ്ക്ക് നാക്കുടക്കി പോകുന്നുണ്ട് ഗൈസ്. കാര്യം എന്താണോ എന്തോ. അത് നമ്മളത് കഴിഞ്ഞിട്ട് മുന്തിരിങ്ങ അവൻ്റെ ഫേവറേറ്റ് ആണ്. ഈ പ്രാവശ്യം സീഡ്ലെസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം ഉപ്പൊക്കെ ഇട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജ് വെക്കും. അപ്പോൾ അവൻ ആവശ്യമുള്ളപ്പോൾ അവനെടുത്ത് കഴിച്ചോളും. ഇതാവുമ്പോൾ അവന് സൗകര്യമാണ്. അല്ലെ കഴുകി വെച്ചില്ലെങ്കിൽ പിന്നെ അവൻ ചോദിക്കുമ്പോഴേക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് ഞാൻ മേളിൽ പോയി കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മ ചോറൊക്കെ വിളമ്പി ഒന്നുമാണ്. ഞാൻ പറഞ്ഞു, അമ്മ ഇന്ന് സ്പെഷ്യൽ ഞണ്ട് കറിയൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ എടുക്കാനിരിക്കുമായിരുന്നു, അമ്മ ഇത്ര വിടുന്ന ചോറൊക്കെ വിളമ്പി കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അമ്മ കഴിക്കുന്നൊരു വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാൻ ഗൈസ്. ടാറ്റാ, ബൈ ബൈ.